എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു ടീസർ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. എമ്പുരാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, എമ്പുരാന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര ഹൈപ്പ് കൊടുത്തിട്ടാണ് അത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് റിവ്യൂ ചെയ്തേക്കാൻ ഓർത്തുകൊണ്ടാണ് വന്നത്. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ലിറാറുണ്ട്. ഇപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ടീസർ ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബെറ്റർ അതായിരിക്കും. ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. ഓ, ഇത് നല്ല സൂപ്പർ ക്വാളിറ്റി അല്ലേ? ടീസറിൽ സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തത്. മുരളി ഗോപി അല്ലേ എഴുതിയത്? അതെ, അതിന്റെ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ലൂസിഫറിന്റെ ഒക്കെ ഒരു ചെറിയ ഭാഗം കാണിക്കുന്നുണ്ടല്ലേ അതിനകത്ത്. ലൂസിഫറിന്റെ സെക്കൻഡ് ആണെങ്കിലും വ്യത്യസ്തമായിരിക്കും എന്നല്ലേ പറഞ്ഞേ പൃഥ്വിരാജ്? പക്ഷേ വോയിസ് ഓവർ ഒക്കെ വന്നിട്ടുള്ളത് സെയിം ലൂസിഫറിലേത് ആണോ? മോസ്റ്റ്ലി ഡയലോഗ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇന്ദ്രജിത്ത് ഇതിനകത്ത് നല്ല പാട്ടുണ്ട്. ഫുള്ള് വേറെ എന്തൊരു അതുകൊണ്ടോ ഇലുമിനാറ്റി കുറെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ ഭാഗത്തും കുറെ ഫീൽ ചെയ്യുന്നുണ്ട്. അവന്റെ ഇസ്ര ആണെങ്കിലും എല്ലാത്തിലും ഇലുമിനാറ്റി ഉണ്ട്. അവന്റെ എല്ലാ പടത്തിലും ഒരു എവിടേക്ക് ഒരു ടച്ച് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതാണ് എന്ന് വരുത്തി തീർക്കാനാണോ എന്നറിയില്ല, എന്നാ അതെല്ലാന്നും പറയുന്നുണ്ട്. ഇന്ദ്രജിത്തിനെ കാണിക്കുന്നുണ്ടോ? ആ മോതിരം ശ്രദ്ധിച്ചോ? മിക്കവാറും ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു മോതിരമാണ്. പൃഥ്വിരാജ് ഇത്ര ഹൈപ്പ് കൊടുക്കാതെ, എല്ലാരും പറഞ്ഞ അത്ര ഹൈപ്പ് കൊടുക്കണ്ടെന്നാ പറയുന്നത്. അപ്പൊ അത് മിക്കവാറും ഹൈപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഇതാണ്. മോസ്റ്റ്ലി എല്ലാ പടങ്ങളും ഇപ്പൊ ഹൈപ്പിൽ വന്നിട്ട് ഒരു ഫ്ലോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് വരാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതൊരു ഹോളിവുഡ് മൂവിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ? ഇത് വിജയിക്കൂടാ, ഇത് ഉറപ്പായിട്ട് വിജയിക്കും അല്ലേ? അതിന് ഒന്നാമത് ഫൈറ്റ് ഉണ്ടായോണ്ടാണ്. ലാലേട്ടന്റെ ആ നിക്കുന്ന ഇത് കണ്ടോ? അവിടെയാണ് ഒരു ഇതുള്ളത്. എമ്പുരാൻ ലൂസിഫറിന്റെ ഇതാണല്ലോ. ആ എഴുത്തൊക്കെ ഉണ്ടോ? അടിപൊളി കേട്ടോ. മിക്കവാറും ഞാൻ ഓർക്കും ചെയ്തു. പൃഥ്വിരാജിനെ കാണിച്ചില്ല, ലാസ്റ്റ് കാണിച്ചു. കണ്ടോ ഇതിനകത്ത് എലിമിനാറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഇത് ലാസ്റ്റ് ട്രailerന്റെ എൻഡിങ് വന്നിട്ടുണ്ടല്ലോ, ആ കോണിലാണ് ഇലുമിനാറ്റി കൂടുതലായിട്ട് ഇതാക്കുന്നത്. അപ്പം മാർച്ച് 27 ടീസർ ഇറങ്ങുവാണ്. ടീസറല്ല, സിനിമ ഇറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു ഇത് പക്ക സൂപ്പർ ആവും എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇപ്പൊ കുറച്ച് റിവ്യൂവേഴ്സിന്റെ റിവ്യൂസ് കണ്ടു. അപ്പം അതിൻ്റെ അകത്ത് കാണിക്കുന്നത് എല്ലാരും തന്നെ നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് പറയുന്നത്. മേക്കിംഗ് ഓക്കെയാണ്. മേക്കിംഗ് നമുക്ക് ടീസർ കാണുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. അതിന്റെ ആ ക്ലാരിറ്റി നമുക്ക് ഇപ്പൊ ബോളിവുഡ് പടങ്ങൾ കാണുന്ന പോലെ ആ ഫൈറ്റിങ്ങിന്റെ ഇതൊക്കെ കാണുമ്പോൾ സാധാരണ വെടിവെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇവരൊക്കെ ഹോളിവുഡ് സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയാം, ഇത് ഈ റിവ്യൂ ചെയ്തേക്കുന്ന ഇംഗ്ലീഷുകാർ വരെ ഈ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ ലൂസിഫറിന്റെ. അത് വേൾഡ് വൈഡ് ഇറങ്ങായോണ്ടുള്ള ഒരു ഇതായിരിക്കും. നമ്മുടെ മലയാളം മൂവീസിന്റെ ഒരു ഹൈപ്പ് കൂട്ടുന്ന ഒരു പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് വന്നേക്കുന്ന ഇന്ത്യൻ മൂവീസിൽ ഒന്ന് ബാഹുബലി 2, അത് നല്ലൊരു ഹൈപ്പ് കൂട്ടിയ പടമാണ്. ബാഹുബലിക്ക് അതിന്റെ സ്റ്റോറി ടെല്ലിങ് വരുന്നത് പഴയതിലേക്കല്ലേ വരുന്നത്. ഇതിപ്പോ കറന്റ്ലി അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ എന്നുള്ള ലെവലിലാണ് ഇതിന്റെ സ്റ്റോറിയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മറ്റേ സാഗർ ഇലിയാസ് ജാക്കി ഇല്ലേ, അതിന്റെ ഒരു ലുക്ക് വരുന്ന പോലെ എനിക്ക്. ആ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് എന്നെ എല്ലാരും പിടിച്ച് തല്ലു തോന്നുന്നത് അതല്ല, അത് ആ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ലാലേട്ടന്റെ ആ ജാക്കറ്റ് ഒക്കെ ഇട്ടുള്ളത് സാഗർ ജാക്കിലാണല്ലോ അങ്ങനത്തെ ഒരു സെറ്റപ്പില് വരുന്നത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ വരുന്നില്ല, ഈ ലുക്കിൽ വരുന്നില്ല തോന്നുന്നു കേട്ടോ. ഇന്നത്തെ ഒട്ടുമിക്ക ആൾക്കാർ ലൂസിഫറിൽ വന്നേക്കുന്ന ഒട്ടുമിക്ക ആക്ടേഴ്സും ഇതിനകത്തും ചെറിയ ചെറിയ വേഷങ്ങൾ ഇടുന്നുണ്ടെന്നാണ് ഇതിലെ ടീസറിനകത്ത് കാണുന്നത്. കാരണം ഇന്ദ്രജിത്തിനെ കാണിച്ചു, പിന്നെ ആ മറ്റേ പെണ്ണില്ലേ സാനിയ ഏപ്പിനെ കാണിച്ചു, പിന്നെ ഓൾറെഡി കണ്ടിന്യൂഷൻ ആയോണ്ട് ഇനി മേ ബി ഈ ഒരു 16 വർഷത്തെ ഒരു ക്യാപ്പിന്റെ സ്റ്റോറി അല്ലേ പറയുന്നത്.
അപ്പൊ അതിനായിട്ട് ഇതിന്റെ ഒരുപാടും ഭാഗങ്ങളും മിക്കവാറും ഉണ്ടാവും തോന്നുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് ഒട്ടുമിക്കതും ഷൂട്ടിങ് മൊത്തം പുരോഗമിച്ചത് മൊത്തം വെളിനാട്ടിലാന്ന് തോന്നുന്നു അല്ലെ, അതായത് ഔട്ട് ഓഫ് ഇന്ത്യ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ടീസറിനകത്ത് കൂടുതൽ മറ്റേ ഫസ്റ്റിലേതാണല്ലോ ഡയലോഗ്സ് ഒക്കെ വന്നിട്ടുള്ളത്. കൂടുതൽ ഡയലോഗ്സും കാര്യങ്ങളൊന്നും പുറത്ത് ഇട്ടിട്ടില്ല, ജസ്റ്റ് 2-3 പിക്സ് മാത്രം. ഇപ്പൊ ടീസറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ പിക്കുകളൊന്നും വന്നിട്ടില്ലല്ലോ. ഡയലോഗ്സും തന്നെ 2-3 ഡയലോഗ്സ് മാത്രമേ പുതിയത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. ടീസർ ചെറുതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ബെറ്ററാ. ഇത് എനിക്ക് തോന്നുന്നത് അത് അത്യാവശ്യം നല്ല കോടികൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പൊ ഓൾറെഡി കത്തി നിൽക്കുന്ന ഒരു പടമാണ് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ മാർക്കോ. അപ്പൊ അതിനെ വെട്ടിക്കാനുള്ള ഒരു പടമായിട്ടാണ്, അതുമായിട്ട് താരതമ്യം ചെയ്യല്ല. പക്ഷെ ആ ഹൈപ്പിനേക്കാളും കൂടുതൽ ഹൈപ്പ് ഇതിന്. മാർക്കോ ഒരു വയലൻസിലല്ലേ പോകുന്നത്. ഇത് അങ്ങനത്തെ വയലൻസ്, ഇത് വയലൻസ് ഉണ്ടാവും പക്ഷെ വെറൈറ്റി ആയിരിക്കും. അതെ. ഇപ്പൊ റിവ്യൂവേഴ്സിന്റെ ഒക്കെ ഇത് ഒരു മാസം വരെ ഈ ഹൈപ്പ് പിന്നെ തുടർന്നു. നമ്മള് തന്നെ ഇപ്പം ഈ റിവ്യൂ ചെയ്യാൻ കാരണം ഇതിന്റെ എന്താ പറയുന്നത് ഒരു ഹൈപ്പ് കാരണം തന്നെയാണ്. നമ്മളെ റോയ് ചേട്ടൻ മെൻഷൻ ചെയ്യേണ്ടി വരും. നമ്മുടെ അവിടെ സ്ഥാപനത്തിലുള്ള ഒരാളുണ്ട്, ആ പുള്ളി ഇതിന്റെ ഭയങ്കര ഫാനാണ്. ഫുള്ള് എന്ന് പറയാം, എമ്പുരാനെ കുറിച്ച് പറയുകയാണ്. അതെ. അപ്പം ഇത് എല്ലാരും തിയേറ്ററിൽ പോയി 27-ാം തീയതി തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. നമുക്ക് എന്തായാലും ഒരുമിച്ച് നമുക്ക് ഏതായാലും സെറ്റ് ആകണം. ഫസ്റ്റ് ഷോ കിട്ടുമെന്ന് ആള് ഇത്രയും അതായത് ഹൈപ്പ് അത്ര കൊടുക്കാതെ അയാള് പറയുന്ന പൃഥ്വിരാജ് പറയുന്നത് നിങ്ങൾ അധികം എക്സ്പെക്ട് അത്രത്തോ വരില്ല എന്നാ പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് എന്തൊക്കെയോ പുള്ളി കരുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ വെടിമരുന്നുകൾ പുള്ളി കരുതി വെച്ചിട്ടുണ്ട്. ആ വെടിമരുന്നുകളൊന്നും ഈ ടീസറിനകത്ത് പുറത്ത് വിട്ടിട്ടില്ല. ഇല്ല, അതിനകത്ത് ജസ്റ്റ് 2-3 പിക്സ് മാത്രം. എനിക്ക് ഇത് തിയേറ്റർ ടീസറാന്ന് തോന്നുന്നു അല്ലേ? അതെന്ന് എനിക്ക് തോന്നുന്നു. അതെ ടീസർ റിലീസാണ്. അപ്പൊ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അത് ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് 3ാമത്തെ ഭാഗം ഉണ്ടോന്ന്. അപ്പം പൃഥ്വിരാജ് പറയുന്നുണ്ട് 3ാമത്തെ ഭാഗം ഉണ്ടെന്ന്. ഇത് വിജയിച്ചിട്ട് ഉണ്ടെങ്കിൽ അടുത്ത ഭാഗം വിജയിക്കും ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവര് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് 3ാമത് ഭാഗം സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളതാണ്. അതെ. ഇനി എന്താണ് ഇതിനകത്തൊരു സസ്പെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് സ്റ്റോറി പകുതി കട്ട് ചെയ്തിട്ട് ഒരു അവസാനിപ്പിച്ചത് അത് അടിപൊളിയായിട്ട് കിടു ഒരു സർപ്രൈസ് വന്നിട്ടാണ് അവസാനിച്ചത്. അതുപോലെ തന്നെ ഇതും കാണുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പുള്ളി പൃഥ്വിരാജിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ഒരു ബ്രില്യന്റ് ഒരു ഡയറക്ടറാണ്. ഇത്രയും അതായത് എഫേർട്ട് കുറെ എടുത്തിട്ടുണ്ട്. കാരണം പുള്ളി തിങ്ക് ചെയ്യുന്നത് നമ്മുടെ ഹോളിവുഡ് സ്റ്റൈലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി പണ്ടേ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് പുള്ളി. നമ്മളെ ലെവലിലല്ല, കുറച്ച് അപ്പർ ലെവലില് നമ്മള് കളിയാക്കുമെങ്കിലും പുള്ളിയായിട്ട് കളയാക്കും. മറ്റേ സൗത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ എന്നൊക്കെ പറയുമ്പോ കളിയാക്കുമ്പോഴും പുള്ളിയുടെ ഒരു ലെവല് വേറെയാണ്. പുള്ളി മേക്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ നമ്മള് കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു മൂവി എടുക്കുന്ന സമയത്ത് നോർത്തിലാണ് കമ്പയർ ചെയ്ത് കണ്ടാണ് ഫിലിം പിടിക്കുന്നത്. പക്ഷെ രാജു അങ്ങനെയല്ല. രാജു വേൾഡിലെ എങ്ങനെയാണ് ബെറ്റർ മൂവി എങ്ങനെയാ അതിലേക്കാണ് രാജു ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യന്റെ ലെവലിലല്ല, വേൾഡില് എങ്ങനെ ഹൈ ക്ലാസ്സിലൊരു ഫിലിം സെറ്റ് ചെയ്യാ എന്നുള്ളത് മാത്രമാണ്. ആ ടീസറിന്റെ അത് 2 എഴുതിയിട്ടില്ലേ, 2 എഴുതിയേക്കുന്ന 2 എഴുതിയേക്കുന്ന അതിന്റെ എഴുത്ത് കണ്ടോ നീ? ആ എഴുത്ത് എനിക്ക് തോന്നുന്നു രാജു എന്നിട്ട് പറയുന്നുണ്ട്, പൃഥ്വിരാജ് പറയുന്നുണ്ട് ഇത് ലാലേട്ടന്റെ സെക്കൻഡ് വരവാന്ന് ഉദ്ദേശിച്ച് പറയുന്ന പോലെ ഒരു ഇതുണ്ട്. കാരണം ലൂസിഫറിലായിരുന്നു ലാലേട്ടന്റെ ഒരു കംബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിനുശേഷമുള്ള ഒരു മെയിൻ കംബാക്ക് വരുന്നത് ഇതിലായിരിക്കും. 25 സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു പടമായിട്ട് വരും. ലൂസിഫർ 2 എഴുതിയത് ലാലേട്ടൻ 2 റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞായിരിക്കാം മിക്കവാറും. ഏതായാലും നമുക്ക് നല്ലൊരു കാഴ്ച സമ്മാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 27 നമ്മളെല്ലാരും തിയേറ്ററിൽ പോയി ഇത് കാണുവാണെങ്കിൽ ഞങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ റിവ്യൂ കൂടെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ
ഇതൊരു ചെറിയൊരു ടീസർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ.